ഹലോ, വെൽക്കം ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. NCET റിസൾട്ട് കഴിഞ്ഞ് അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള NIT ജലന്ധറിലോട്ടുള്ള 4 ഇയർ ITP കോഴ്സുകളുടെ അഡ്മിഷൻ ബ്രോഷർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ബ്രോഷറിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, ആപ്ലിക്കേഷൻ ഫീ, എലിജിബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2027 CUET NCET ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾക്ക് ഫ്രണ്ട്സോ ആരെങ്കിലും +2 കഴിഞ്ഞവരോ +2 ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അടുത്ത ഇയറിലെ 2027 CUET NCET പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും എജുബ്ലിറ്റ്സ്. നല്ല ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എജുബ്ലിറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് അഡ്മിഷൻ ബ്രോഷറിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് BSc B.Ed പ്രോഗ്രാം, അതായത് ITP പ്രോഗ്രാമുകളിലേക്കുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 റുപ്പീസ് ആണ്. ജനറൽ കാറ്റഗറി അതുപോലെ OBC കാറ്റഗറി എല്ലാവർക്കും 500 റുപ്പീസ് ആണ്. ഇനി SC ST PWD കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 250 റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ഫീയും നമ്മൾ പേ ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 12/7/2026 ആണ്. അതായത് ജൂലൈ 12 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. അതുപോലെ ഈ വെബ്സൈറ്റ് nitj.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ അപ്ഡേറ്റ്സുകളും ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റ് ലിസ്റ്റുകൾ, എല്ലാ പ്രൊസീജിയേഴ്സും ഈ ഒരു സൈറ്റ് വഴിയാണ് നടക്കുന്നത്. NIT ജലന്ധറിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ്സും അറിയാൻ ഈ ഒരു സൈറ്റിൽ നോക്കിയാൽ മതി. ഇനി അടുത്തത് നോക്കാനുള്ളത് ഈ ITP പ്രോഗ്രാമുകളിൽ എത്ര സീറ്റാണുള്ളത് എന്നാണ്. അപ്പോൾ ബാക്കിയുള്ള NITകളിലെയും IITകളിലെയും ITP കോഴ്സുകളിൽ നിന്ന് ഇതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ടോട്ടൽ 50 സീറ്റ്സ് ആണ് NIT ജലന്ധറിൽ BSc B.Ed ITP പ്രോഗ്രാമിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 50 സീറ്റിൽ 20 സീറ്റ് അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളവർക്ക്, OBC 13 സീറ്റ് OBC റിസർവ്ഡ് ആണ്, 8 സീറ്റ് SC റിസർവ്ഡ് ആണ്, അതുപോലെ ST EWS എല്ലാം കുറച്ച് സീറ്റുകൾ റിസർവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ BSc B.Ed ഫിസിക്സ്, BSc B.Ed കെമിസ്ട്രി, BSc B.Ed ബയോളജി അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷേ ഈ NIT ജലന്ധറിലെ ITP പ്രോഗ്രാമിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റുകളും ഒരുപോലെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ITP BSc B.Ed 4 ഇയർ പ്രോഗ്രാമിലോട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്, അല്ലാണ്ട് ഒരു സിംഗിൾ ഡൊമൈനിലോട്ടല്ല അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഈ 3 പേപ്പേഴ്സും പഠിക്കാനുണ്ട്. ആഫ്റ്റർ ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 പേപ്പേഴ്സിനെ ഈ 3 ഡിസിപ്ലിനറി കോറിൽ നിന്ന് ഏതെങ്കിലും 2 ഡിസിപ്ലിനറി കോർ ചൂസ് ചെയ്യണം. ഒരു ഡിസിപ്ലിനറി കോർ മേജർ ആയിട്ടും ഒരു ഡിസിപ്ലിനറി കോർ മൈനർ ആയിട്ടും നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ എന്തൊക്കെയാണ് എലിജിബിലിറ്റീസ് എന്നുള്ളതാണ്. സബ്ജക്ട് കോമ്പിനേഷൻ ക്ലാസ് 12 ഫിസിക്സ്, കെമിസ്ട്രി നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അതിന് കൂടെ മാത്സോ ബയോളജിയോ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനാണ് NIT ജലന്ധറിൽ ITP പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ NIT ജലന്ധറിൽ ഈ ITP പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ ഒരാൾ NCET 2026 7 പേപ്പേഴ്സും, നമുക്കറിയാം NCETയിൽ നമ്മൾ 7 സബ്ജക്ട്സിനാണ് നമ്മൾ NCET അറ്റൻഡ് ചെയ്യാറുള്ളത്. അതിൽ 7 സബ്ജക്റ്റും കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ ഈ NIT ജലന്ധറിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ 7 സബ്ജക്റ്റിൽ ഏതെങ്കിലും എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും NIT ജലന്ധറിൽ അഡ്മിഷൻ കിട്ടൂല എന്നുള്ള കാര്യം ഇവിടെ നോട്ടായിട്ട് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 പേപ്പേഴ്സും അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻറ്റിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് അഡ്മിഷൻ പ്രൊസീജിയറാണ്. അഡ്മിഷൻ പ്രൊസീജിയർ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികളും പോലെ തന്നെ ഓരോ അലോട്ട്മെൻറ്റ്സ് വരും. ഇതിൽ ഈ ഒരു ബ്രോഷറിൽ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ 3 അലോട്ട്മെൻറ്റ്സ് ആണ്, പോസിബിളി 3 അലോട്ട്മെൻറ്റ്സ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും, അതിൽ വേണ്ട സ്റ്റുഡൻസിന്, അതിൽ പേരുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സീറ്റിനനുസരിച്ച്
ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റും ദെൻ തേർഡ് അലോട്ട്മെൻറ്റും ഉണ്ടായിരിക്കുക. ഇതിൽ 6th പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും അഡ്മിഷൻ. അതായത് NCET എക്സാമിൽ ടോപ്പ് സ്കോർ കിട്ടിയ സ്റ്റുഡൻറ്റ്, അതായത് ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് ആ ഒരു ഓർഡറിലാണ് ഇവർ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു ബേസിലാണ് അഡ്മിഷൻ വരുന്നത്. അപ്പോൾ സപ്പോസ് 2 സ്റ്റുഡൻസ് തമ്മിൽ ടൈ വരികയാണെങ്കിൽ, അതായത് 2 സ്റ്റുഡൻസിന് സെയിം മാർക്കാണ്, പക്ഷേ അതിൽ ആർക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ള രീതിയിൽ ഒരു ടൈ വന്നു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുള്ളത് ഓൾഡർ ഏജ് ഉള്ളവരായിരിക്കും അപ്പോൾ അവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ പ്യുവർലി മെറിറ്റ് ബേസ്ഡ് ആണ്. NCETയിൽ നല്ല സ്കോർ, അതായത് കൂടുതൽ സ്കോറുള്ള, നമ്മൾ പറഞ്ഞു 7 സബ്ജക്ട്സ് അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. 7 സബ്ജക്റ്റ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ലാംഗ്വേജ്, 2 ലാംഗ്വേജിൽ ഒരു ലാംഗ്വേജ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ടെസ്റ്റ്, അതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള ഡൊമൈൻസ്, ഇത്രയും പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. ഇത്രയും പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ NIT ജലന്ധറിൽ അഡ്മിഷൻ ഉണ്ടാവൂ. പിന്നെ പറഞ്ഞിട്ടുള്ള ഈ അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു കാര്യം നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് OBC NCL അതല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് എല്ലാം 1st April 2026 ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് അവർ കൺസിഡർ ചെയ്യുള്ളൂ. അതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആണ്, അതിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ച സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് പുതുക്കി ഏപ്രിൽ 1 ശേഷമുള്ള NCL യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ ഫീ റീഫണ്ട് റൂൾസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ NIT ജലന്ധറിൽ അഡ്മിഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഒരു ബെറ്റർ യൂണിവേഴ്സിറ്റി കിട്ടിയ ശേഷം അഡ്മിഷൻ വിത്ഡ്രോ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ 26th ജൂലൈക്ക് മുമ്പ് നമ്മൾ അഡ്മിഷൻ പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് 5,000 റുപ്പീസ് മാത്രമേ പോവുള്ളൂ. 5,000 റുപ്പീസ് മൈനസ് ചെയ്ത് ബാക്കി നമ്മൾ അഡ്മിഷൻ ടൈമിൽ പേ ചെയ്ത ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ട് ആവും. പക്ഷേ ഈ 26 ജൂലൈക്ക് ശേഷമാണ് നമ്മൾ അഡ്മിഷൻ പിൻവലിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ മേജർ എമൗണ്ടും നമുക്ക് പോകും, ഒരു ഇത്തിരി എമൗണ്ട് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അവരുടെ റീഫണ്ട് പോളിസിയുടെ ലിങ്ക് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് 26 ജൂലൈക്ക് മുമ്പ് നമ്മൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 5,000 റുപ്പീസ് അല്ലാണ്ട് ബാക്കി എമൗണ്ട് എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. അതിന് ശേഷമാണെങ്കിൽ അവരുടെ റീഫണ്ട് പോളിസിയിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത്, ഫസ്റ്റ് റൗണ്ട് ഓഫ് കട്ട് ഓഫുകൾ, ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കംപ്ലീറ്റ് ആവുക, സെക്കൻഡ് റൗണ്ട് എന്നാണ് വരിക, തേർഡ് റൗണ്ട് എന്നാണ് വരിക എന്നുള്ള കറക്റ്റായിട്ടുള്ള എല്ലാ ഡേറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫീ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എത്രയായിരിക്കും ഒരു ഇയറിൽ ഫീ വരിക എന്നുള്ള കാര്യം. ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റലർ ആയിരിക്കും, മിക്കവാറും നമ്മൾ മലയാളീസ് എല്ലാവരും NIT ജലന്ധറിൽ ഹോസ്റ്റൽ ചൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഹോസ്റ്റലർ ആണെങ്കിൽ എത്രയാണ് ഒരു പെർ സെമസ്റ്ററിൽ എത്രയാണ് ഫീ വരുന്നതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അത് ജനറൽ കാറ്റഗറി ആൻഡ് OBC കാറ്റഗറിക്ക് സെയിം എമൗണ്ട് ആണ്. ഇനി SC ST PWD ആണെങ്കിൽ എമൗണ്ടിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ, ഫീ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് NIT ജലന്ധറിൻ്റെ അപ്ലിക്കേഷൻ ബ്രോഷറിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താലും മതി. അതുപോലെ അടുത്ത വർഷത്തെ NCET CUET എക്സാമുകൾക്കുള്ള 2027 ബ്ലിറ്റ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആരെങ്കിലും അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്.